വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എവിടെയാണ്? ഇവിടെ തായ്ലൻഡിലാണ് കേട്ടോ. എൻ്റെ ലിപ്സ് മൈൻഡ് ചെയ്യണ്ട, ഞാൻ ആക്ച്വലി ലിപ് ഫീലിങ്ങിൻ്റെ ഒരു സാധനം ഇട്ട് എടുക്കുകയാണ് ഞാൻ ഇവിടെ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയത്. ആക്ച്വലി ഞാനിന്ന് ഒരു ഏകദേശം ഉച്ച കഴിയുമ്പോൾ എത്തി. നമ്മൾ ഫുക്കറ്റിക്കാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഫുക്കറ്റ് മാത്രം എക്സ്പ്ലോർ ആണ് ഇപ്രാവശ്യത്തെ പ്ലാൻ. ആൻഡ് നമ്മൾ വന്നു, കുറച്ച് കറങ്ങി, കുറച്ച് നടന്നു. ഇപ്പം നൈറ്റായി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബേസിക്കലി ഇതെൻ്റെ ബർത്ത്ഡേ ട്രിപ്പാണ്. അതാണ് ഞാൻ കുറച്ച് അധികം ഷോർട്സ് മാത്രം എടുത്ത് അധികം വ്ളോഗ് ചെയ്യേണ്ടിരുന്നത്. സോ വെറുതെ പരിപാടിയൊന്നുമില്ല. എൻ്റെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ജസ്റ്റ് പുറത്ത് പോയി മസാജ് ചെയ്തു. ഇവിടെ എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിച്ചു. തായ്ലൻഡിൽ ട്രൈ ചെയ്ത് നോക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പ് വാങ്ങി, എനിക്ക് വീട്ടിൽ എനിക്കിഷ്ടമുള്ള കുറച്ച് ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്ന് ആൻഡ് ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ ബർത്ത്ഡേ ടൈമായി. പക്ഷെ ഇതായിരുന്നു ഞങ്ങളുടെ ബേസിക് പ്ലാൻ കേട്ടോ. ലൈക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ, വലിയ വേറെ ആഘോഷങ്ങളൊന്നും, കേക്ക് കട്ടിയിലും പരിപാടിയൊന്നും ഇല്ലാതെ നമ്മുടെ ബർത്ത്ഡേ പ്രാവശ്യം തായ്ലൻഡിൽ ഫുക്കറ്റിലാട്ടോ. സോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിൽ എത്രത്തോളം വ്ളോഗ് ഉണ്ടാവും എന്നറിയില്ല. ഞാൻ ഷോർട്സ് ഒക്കെ വന്നിട്ട് എടുക്കുന്നുണ്ട്. ഈ വ്ളോഗായിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വ്ളോഗിങ് ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും സോ മാക്സിമം ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എല്ലായിടത്തും റിസൾട്ട് വന്ന ദിവസമാണല്ലോ. അപ്പം ഞാൻ കണ്ടു വിജയ് ജയിക്കുന്നു, അതുണ്ടാവുന്നു, ഇതുണ്ടാവുന്നു, എന്തൊക്കെയാ നാട്ടിലുണ്ടാവണം അല്ലേ. സോ നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അതിൽ കുളിച്ചപ്പോൾ അങ്ങ് സമാധാനമായി ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇന്ന് ബംഗ്ലാ റോഡിൽ പോകണമെന്നുണ്ട്. സ്ട്രീറ്റാണ്. പിന്നെ ഫിഫി ഐലൻഡ് ടൂർ ബുക്ക് ചെയ്യണമെന്ന് നാളേക്ക് പോകാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ ബേസിക്കലി മോർണിംഗ്സ് കുറച്ച് സ്ലോ ആണ്. നൈറ്റ് ലൈഫ് ആണല്ലോ ഇവിടെ. അപ്പം ഞാൻ മോർണിംഗിൽ എണീറ്റ് ഇപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ എണീക്കും. അപ്പം ഞാനൊരു 7 മണിക്കാകുമ്പോൾ എണീറ്റു. 7 മണി മീൻസ് നാട്ടിലെ 7 മണി, ഇവിടുത്തെ 8 മണി, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഉറക്കശീലം വരിക. ആൻഡ് എൻ്റെ മുടി ഇന്നലെ ഞാൻ നനഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് കൊള്ളാൻ സെറ്റാക്കണം. സോ ഐ എം പ്ലാനിങ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഗോ ടു എങ്ങോട്ടെങ്കിലും ജസ്റ്റ് പുറത്തിറങ്ങാം. എനിക്ക് ഇവിടുത്തെ മറ്റേ ന്യൂട്ടെല്ല ബനാന സാധനം ഭയങ്കര ഇഷ്ടമായി. സോ ടേസ്റ്റി. ഇവിടുത്തെ പുറമേക്കുമ്പോൾ ഒരു 5 കിലോ ഒക്കെ എൻ്റെ കഴുത്തുണ്ടോ. ലിറ്ററലി ഐ എം ജസ്റ്റ് 53 kg കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ 5-2 ഉണ്ട്, 10 ഒന്നും വരാൻ പാടില്ല. ബട്ട് ഞാൻ എന്ത് കഴിച്ചാലും ഇവിടെയാണ് അടിയുന്നത്. ഐ ഡോണ്ട് നോ വൈ സാധനം. സോ നമ്മളിനി ഇറങ്ങി, പുറത്തൊക്കെ ഇറങ്ങി ചുമ്മാ കറങ്ങി വരാം. ഞാൻ ഒന്ന് ഒരുങ്ങട്ടെ. ബൈ ഗൈസ്. ഇപ്പം ഞാൻ ഒരുങ്ങട്ടെ. ഈ ഒരു യെല്ലോ ഡ്രസ്സാണ് കയ്യിലുള്ളത്. ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ഹെയറൊക്കെ ഞാനൊന്ന് ഇതാക്കി കുഴപ്പമില്ല. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. നമ്മൾ റെഡിയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ഔട്ട്ഫിറ്റ് ആട്ടോ. ഭയങ്കര രസമുള്ള ക്യൂട്ടാണ്. ഒരു മുട്ടിൻ്റെ മുകളിൽ എടുക്കുന്ന, നമുക്ക് ബാക്കിൽ ടൈ ഒക്കെ വരുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഹാപ്പി വിത്ത് മൈ ലുക്ക്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്ന് കാലത്ത് ഒരുങ്ങണ്ടാന്ന് വെച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ മോർണിംഗ് ആണ്, അപ്പം ഞാൻ ഒരുങ്ങണം. ബിക്കോസ് ഇവിടെ കൂടുതൽ നൈറ്റ് ലൈഫാണ്. അപ്പോൾ രാത്രിയാണ് പുറത്ത് പോക്ക്. പക്ഷെ ഞാനിന്ന് ഒരുങ്ങി ബിക്കോസ് എനിക്ക് റെസ്റ്റ് റെഡി കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഈ സൺഗ്ലാസ് ആണ് നമ്മളൊന്ന് പെയർ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഫുഡ് ബാഗ്സ് ഒന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല കേട്ടോ. ഫുഡ് ബാഗ്സ് ഒന്നും ഞാൻ അത് എടുത്തില്ല. ബിക്കോസ് എന്തിനാണ് ഫുഡ് ബാഗ്സ് ഒരുപാട് എടുത്തിട്ട് കാര്യം വെച്ചിട്ട് ഫുഡ് ബാഗ്സ് ഒന്നും അത് എടുത്തില്ല. ഒന്നും ഞാൻ ഹീലിട്ട് അടക്കില്ല. പിന്നെ എനിക്കത് വെയിറ്റ് കൂടുന്ന പണി. ദിസ് ഇസ് അവർ ഔട്ട്ഫിറ്റ്. കാണിച്ചു തരാം. ഇവിടുത്തെ വെക്കി ഞാൻ ഡിസൈൻ. ഓക്കെ, we can put it here. ഇവിടെ എൻ്റെ ഫുള്ള് കാണുന്നില്ല. ഇനി ഞാൻ പുറത്തിറങ്ങട്ടെ. എനിക്ക് 27 വയസ്സായി കേസ്. ഇനി നല്ല വിഷമം ഉണ്ടതില്ലേ. 27 വയസ്സായപ്പോൾ വലിയ പ്രായമൊന്നുമില്ല. എന്നാലും പ്രായം കൂടുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാലും പ്രായം കൂടുമ്പോൾ ആക്ച്വലി നമ്മുടെ സ്വഭാവത്തിൽ ആ ഒരു മാറ്റം വരും കേട്ടോ. സ്വഭാവത്തിലും ബോഡിയിലും ഒക്കെ. ബേസിക്കലി നമ്മൾ പണ്ടത്തെ അത്ര ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 27 വയസ്സായിട്ടുള്ളൂ. അപ്പം തന്നെ എനിക്ക് ഇത്തിരി വ്യത്യാസം. അതാണ് എൻ്റെ പ്രശ്നം. ശരി, കുറച്ചുകൂടി പ്രായമായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളതാണ് എൻ്റെ പറ്റി ഏറ്റവും വലിയ പ്രശ്നം. സോ ബൈ. നമ്മൾ ഇവിടെ ഉള്ള ഒരു കഫേയിലേക്ക് വന്നെടുക്കാം കേട്ടോ. വിലുബ് വിഷ്ണുവിനെ വിളിക്കുകയാണ്. ഓക്കെ, എന്താ ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല. നോക്കട്ടെ എന്താ ഓർഡർ ചെയ്യാം. കൺഫ്യൂസ്. ഈ ഒരു സ്ഥലത്തേക്കാട്ടോ നമ്മൾ എത്തിയത്. വിലുബ് വിജയ് ജയിച്ച സന്തോഷത്തിൽ അല്ല വിജയ് ജയിച്ച സന്തോഷത്തിൽ പറയേ എനിക്കറിയില്ല. ഓക്കെ, സോ ഇതെവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്.
സോ നമ്മളിനി പോയിട്ട് നാളേക്കുള്ള ഫിഫി ഐലൻഡ് ടൂർ ബുക്ക് ചെയ്യണം. ഓൾസോ നമുക്ക് ഇറങ്ങണത്തിന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് കൂടെ അടുത്ത് ഉള്ള ടൂറിസ്റ്റിക് സ്പോട്ടുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോകണം. അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഇതാണ് നമ്മുടെ മാംഗോ, എന്തായാലും മാംഗോ സ്മൂത്തി സംതിങ്. അപ്പോൾ ഭയങ്കര ക്വാളിറ്റി കേട്ടോ, നല്ല നല്ല മാംഗോ ഇട്ടോ, നല്ല ടേസ്റ്റി. പക്ഷെ ഇത് മുഴുവൻ കുടിക്കാനുള്ള വയറെണിക്കല്ല, അതാണ് പ്രശ്നം. നമ്മളിവിടെ ഷോപ്പിംഗ് വന്നെടുക്കുന്നതാണ്. ജസ്റ്റ് ഇവിടുത്തെ തായ്ലൻഡ് കുറേ കലാവിരുതുകളുണ്ട് ഇവിടെ. ഇതിനും പറ്റുകയാണെങ്കിൽ വാങ്ങണം. ചിലപ്പോൾ വാങ്ങുള്ളൂ, ബിക്കോസ് നമുക്കിനി കുറേ ഷോപ്പുകളും കയറാണ്ട്. ഗണപതിയൊക്കെ ഉണ്ട്. ഷോർട്ട് ഗ്ലാസ് നോക്കുക, ഈ ഒരു ഗ്ലാസ് ഇത് ഞാൻ മേടിക്കാൻ പറഞ്ഞു വിലുവിനോട്. ഇറ്റ്സ് ക്യൂട്ട്. ഒരു ബീച്ച് ക്ലബിലേക്ക് വന്നു. ഇറ്റ് ലുക്സ് സോ നൈസ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമൊന്നുമില്ല. നമ്മൾ നേരത്തെ കയറി കഫേയുടെ പോലത്തെ ഉള്ളൂ. അപ്പോൾ വെച്ച് കുറച്ചും കൂടി നടക്കാം. നമ്മൾ ഇന്ന് നൈറ്റ് ബംഗ്ലാർ റോഡിലേക്ക് പോകാനായിട്ട് പ്ലാൻ. അതാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് സ്ട്രീറ്റ് മൊത്തം നോക്കി പട്ടോങ് ബീച്ചിലൊക്കെ പോയി ഒന്ന് സെറ്റ് ആവുമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം ഇവിടെ എന്തുള്ളത്. ഇവിടെ ഫുഡ് ഉണ്ടായാൽ മതിയായിരുന്നു. കഫേ പരിപാടി വേണ്ടായിരുന്നു. ആരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു ഗൈസ്? ഇത് പോർക്ക് ബെല്ലി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ഭയങ്കര 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 ഇഷ്ടമായി. നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. ലിറ്റിൽ ടിപ്സി ബട്ട് യാ. നമ്മളിതേ ബീച്ചിൻ്റെ അവിടേക്ക് വന്നതാണ്. നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചോണ്ടിരുന്ന ബീച്ചിന് ഓപ്പോസിറ്റ് ബീച്ച് കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അവിടേക്ക് ഇറങ്ങി. ഇവിടെ കുറേ പേരുണ്ട്. നമുക്ക് ഇങ്ങനെ ജെറ്റ് സ്കീ അത് ഇതൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ ഫിഫി ഐലൻഡിൻ്റെ മറ്റു പരിപാടിക്ക് പോകാമെന്ന് വെച്ചിട്ടിരിക്കണേ. അപ്പോൾ പിന്നെ ഇവിടെ ചെയ്യണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ചെയ്യാത്ത കേട്ടോ. നമ്മൾ മസാജ് ചെയ്യാൻ പോവാണ് ഗൈസ്. 200 ബാത്ത് ചെയ്ത് 2 പേർക്ക് ഹെഡ് ആൻഡ് നെക്ക്. എന്താണെന്നറിയില്ല, മസാജ് ചെയ്യേണ്ട എങ്ങനെ ഇരിക്കും തായ്ലൻഡ് വന്നാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ വി ആർ ഡൂയിങ് ഇറ്റ്. മസാജ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തളർന്നു ഗൈസ്. അയ്യോ, എനിക്ക് ആക്ച്വലി വേദന എടുത്ത് മസാജ് ചെയ്യുമ്പോൾ വലിയ നല്ല സുഖമായിരുന്നു. എനിക്ക് വേദന കൊടുത്തു, പക്ഷെ കഴിഞ്ഞപ്പോൾ ഒരു ഫീലുണ്ട്. അത് കഴിഞ്ഞിട്ട് മിലുവ് ഇപ്പം എന്തോ കബാബ് വാങ്ങാൻ എന്തോ ഒരു സാധനം വാങ്ങാൻ അത് വാങ്ങിയിട്ട് റൂമിൽ പോയിട്ടുണ്ട്. രാത്രി ഇറങ്ങും. ഹലോ, സോ നമ്മളിപ്പോൾ നൈറ്റാണ്. നമ്മൾ ഒരുങ്ങി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തു. ആക്ച്വലി ഇത് ഒരു കുട്ടിയെടുപ്പാണ് കേട്ടോ. ലൈക്ക് ഇപ്പം നിങ്ങളെങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ കാണിച്ചാൽ ഇത് ഞാൻ സവാനയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ സവാന ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം കാണാൻ പറ്റാറുള്ള ഒരു ഡ്രസ്സായിരിക്കും ഇത്. ബിക്കോസ് ഇത് അടിപൊളിയാട്ടോ, ശരിക്കും ഇത് അടിപൊളിയാണ്. എൻ്റെ കണ്ണട ഇല്ല കേട്ടോ. കണ്ണട ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ്. കണ്ണട വയ്ക്കാൻ പറ്റില്ല ബിക്കോസ് ഇപ്പം നൈറ്റാണ്. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി എനിക്ക് ഇഷ്ടമാണ് സൺഗ്ലാസ് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് വെച്ചതാണ്. ഇതാണ് നമ്മുടെ ലുക്ക്, ഇതാണ് നമ്മുടെ ഐ മേക്കപ്പ്. എന്നെ ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ ആക്ച്വലി ഇത്ര കുഞ്ഞി ഉടുപ്പൊന്നും ലൈക്ക് ഞാൻ ഇടും, പക്ഷെ നാട്ടിലിട്ടിട്ട് പോകാൻ എനിക്ക് സ്ഥലമില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ യാ, ദിസ് ഈസ് അവർ മേക്കപ്പ്. രസമുണ്ടല്ലേ? എനിക്കിഷ്ടം കേട്ടോ. സത്യത്തിൽ എനിക്ക് ഇന്നത്തെ മേക്കപ്പ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്തത് ഒരു ബ്രൗൺ മസ്കരയാണ്, അതും രസമുണ്ട്. ഞാനുണ്ടാക്കിയ മെസ്സ് കേട്ടോ, ടീഷർട്ട് ഇട്ടിട്ട് എല്ലാം ഇവിടെ ഉണ്ട്. സോ ഇനി ഇവിടെ മൊത്തം അത് അടക്കി വെക്കണം എനിക്ക്. ഗൈസ്, നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങി ബംഗ്ലാർ റോട്ടിലേക്ക് പോകാണ്. ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ 7-11 തന്നെയാണ് ചീപ്പ്. ബാക്കിയാണൊന്നും അങ്ങനെ ഭയങ്കര വില കൂടുതലൊന്നല്ല, നാട്ടിലത്തെ വില. 7-11 കുറച്ചുകൂടി വില കുറവാണ്, അത്രേ ഉള്ളൂ. സോ നമ്മളിനി ബംഗ്ലാർ റോഡിൽ പോകാൻ ഗ്രാബ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ബാക്കി പറയാം. എല്ലാ ടൂറിസ്റ്റുകളും പോലെ നമ്മുടെ ഈ സാധനം വയ്ക്കാൻ പോകുന്നത് ഇത് നല്ല രസമല്ലേ? അപ്പം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് തരും. നമ്മുടെ സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളിത് ആക്ച്വലി ഒരു മാളിൽ പോകണം, ഓൾഡ് ഫുക്കറ്റ് ടൗൺ പോകണം, പിന്നെ ചിൽവ മാർക്കറ്റിൽ പോകണം. ആൻഡ് നമ്മുടെ ഫിഫി ഐലൻഡ് നമ്മൾ നാളെ പോകാമെന്ന് വിചാരിച്ചു. അത് ഇതുവരെ ബുക്ക് ചെയ്തില്ല, അത് ബുക്ക് ചെയ്യണം. സോ യാ, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പും ഒരു ടോപ്പല്ല, ഈ ഒരു പ്ലേ സ്യൂട്ട് പോലത്തെ ഒരു സാധനം. ആൻഡ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി, നമുക്ക് ഇവിടെ ഇട്ട് നടക്കുമ്പോൾ നമ്മൾ ഇതിട്ടിട്ടാണ് ഇവിടെ നടക്കുന്നൊരു തോന്നലേ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് അതിനൊരു തോന്നലേ വരൂ. ബട്ട് ഹിയർ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര അടിപൊളിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ.
ഇനി ഗ്ലാസും എനിക്ക് ആക്ച്വലി ഇപ്രാവശ്യം വന്നില്ല എൻ്റെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ഇത് എത്രത്തോളം വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫോട്ടോസൊന്നും അത് എടുക്കാൻ പറ്റില്ല, പക്ഷേ വീഡിയോസ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ തന്നെ സ്റ്റൈൽ ചെയ്തത്. ഞാൻ വലിയവരോട് പറയുന്നത് ശരിക്കും എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഭംഗി. ഞാൻ ഇവിടെ ജനിക്കുന്നത് ഇനി വെറുതെ പറഞ്ഞാണ് അങ്ങനെ അല്ലെങ്കിലും. നമ്മൾ ഫിഫി ഐലൻഡ് ടൂർ ബുക്ക് ചെയ്യാണ് ഗൈസ്. 3,000 സംതിങ്. Okay, so like some souvenir, something for eating special. On the boat they have some. നമ്മൾ വീണ്ടും സ്മൂത്തി കുടിക്കാൻ വേണ്ടി വന്നെടുക്കാണ്. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് പോകുന്ന ഗ്യാപ്പിൽ അതിനെ കുറിച്ച് അതേ സ്മൂത്തി സംഭവം എനിക്ക് പരിപാടി ഇഷ്ടമായിട്ടോ. കാലത്ത് എനിക്ക് വെറുതെ എടുക്കുക, നടക്കുക, ഷോപ്പ് ചെയ്യുക, ഫുഡ് അടിക്കുക, ഒരുങ്ങുക, ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട്. സംഭവം ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ ട്രിപ്പ് വരണം. എസ്പെഷ്യലി തായ്ലൻഡ് ഈസ് എ വെരി ഗുഡ് പ്ലേസ് ഫോർ ദാറ്റ് ബിക്കോസ് യു ക്യാൻ ഡു എനിത്തിങ് ഹിയർ. ബട്ട് അങ്ങനെ എനിത്തിങ് ഒന്നും ചെയ്യരുത്. ബട്ട് എനിക്ക് ബംഗ്ലാറോടൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് അത്ര ബഹളം അത്ര അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഐ ലൈക്ക് വെറുതെ ഇരിക്കുക, ഫുഡ് ഇരിക്കുക, വെറുതെ നടക്കുക, ഷോപ്പ് ചെയ്യുക, കാം പ്ലേസസ്. സോ ദാറ്റ്സ് വൈ എനിക്ക് അങ്ങനത്തെ ഒന്നും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ബംഗ്ലാറോട്ടിൽ പോയി അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോയി ഞാൻ എന്താണ് ഇവിടെ ഭയങ്കര ബഹളം. ഇവിടുത്തെ അടിപൊളിയായിട്ട് മാംഗോ സ്മൂത്തി ഞാൻ ഇന്നലെ കുടിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ കാണിച്ചില്ല, അതന്നെ വീഡിയോ കാണിച്ചു തരാം. സോ എൻ്റെ ഫോണിൽ സ്പേസ് ഒന്നുമില്ല. സ്പേസ് ഒക്കെ കഴിഞ്ഞു ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് വീഡിയോ എടുത്ത് ഇതൊക്കെ ചൂടത്തുണ്ടല്ലോ. സ്മൂത്തി നമ്മളപ്പോൾ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നെടുക്കാണ് ഫുഡ് കഴിക്കാൻ. നമ്മൾ ആക്ച്വലി ഇന്നലെ ഒരു അടിപൊളി പ്ലേസിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ പക്ഷെ ഭയങ്കര കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മോർണിംഗിൽ ഇവിടെ കഴിച്ചിട്ട് നമ്മൾ നേരെ മാളിൽ പോയി അവിടെ ഫുഡിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അവർ നമ്പർ കൊടുന്നിരിക്കുന്നു. നമ്മളങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇവിടെ വലിയ വില കുറവൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, നോർമൽ റേറ്റ്. ഒരു ഡിഷിന് നാട്ടിലത്തൊരു 600-ൻ്റെ അടുത്ത് ഒക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് വലിയ കൂടുതലുണ്ട്. ആൻഡ് അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ മാളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അവരൊരു പോർക്ക് എന്താ കഴിച്ചു, പോർക്ക് റിബ്സോ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവരും പോർക്ക് ഇതൊന്നും കഴിക്കണ്ടാവില്ല, പക്ഷെ ഞാൻ എല്ലാം കഴിക്കും. തിരിച്ച് കഴിക്കാതെ എല്ലാം ഞാൻ കഴിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിയമം. സോ ചില ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് അവർക്ക് ഫുഡ് ഇഷ്ടമായില്ല എന്ന്, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു മേ ബി അവരങ്ങനെ ലൈക്ക് ചിക്കൻ മാത്രം കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ബീഫ്, പോർക്ക്, ഞാൻ ആക്ച്വലി ചിക്കൻ അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. ഇവർ സ്വീറ്റ്സ് എല്ലാം ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. മെയിൻലി ഐ മീറ്റിംഗ് ബീഫ് അങ്ങനെയൊക്കെ ആണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. ഫുഡ് വന്നു, സോ ഞാൻ കാണിച്ചു തരാം. സീ ഫുഡ് എന്തോ സാധനമാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിലൂപിന് വലിയ ഇഷ്ടമല്ലത്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിലൂപിന് ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. നീ കഴിക്കില്ലല്ലോ എൻ്റെ ഇതിൽ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ നാരങ്ങയുടെ പുളി. ഇത് കൊണ്ടു വന്നു. പിന്നെ ഭയങ്കര നല്ല ആതിഥ്യ മര്യാദയാണ്. നമ്മളത് കഴിക്കട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എന്നാലും കഴിച്ച് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഇതിങ്ങനത്തെ റൈസിൽ വിത്ത് സീ ഫുഡ് പരിപാടിയൊക്കെ വെച്ച എന്തൊരു സാധനമാണ്. അങ്ങനെ മാളിലെത്തി എടുക്കാണ്. ഇവിടെ ഇനി എന്താണുള്ളത് കണ്ടുപിടിച്ച് നമ്മളൊന്ന് പർച്ചേസ് ചെയ്യട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യാം. എൻ്റെ മുടി പോയിട്ടുള്ള പെണ്ണ് പോയി, ബാക്കി എനിക്കൊരു ക്ലിപ്പ് പഠിക്കണം. സോ അങ്ങനെ നമ്മളിപ്പോൾ ചിൽവ മാർക്കറ്റിലെത്തി. അല്ല മില, ആ ഗ്ലാസ് ഭംഗിയുണ്ടല്ലേ. ഇത് മ്യൂമിൻ്റെ ആണ്, പക്ഷെ ഒറിജിനലല്ല. ഇവിടെ ഒന്ന് പരതട്ടെ. ഇവിടെ ഞാൻ പരതാനുള്ളൊരു മൂഡിലാണ്. ഞാൻ വന്നിട്ട് ശരിക്കും ഞാൻ ഷോപ്പ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ എന്നെ പിടിച്ച് വെച്ചെടുക്കാറുണ്ട് വെറുതെ ആവശ്യമായിട്ട് പൈസ ലോകത്തിരുന്നുകൊണ്ട്. ഇവിടെ വന്ന് തപ്പിട്ട് നല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും മേടിക്കും. അതാണ് എൻ്റെ പ്ലാൻ. മേടിച്ചാലോ എന്ന് ആലോചിക്കും. മില, ഞാൻ മേടിച്ചു, ഇഷ്ടമായി. നല്ല രസത്തിലേക്ക് ഇഷ്ടമായി. ഇതിൽ പറയാം, വന്നതും നിന്നതും ഞാൻ മേടിക്കുന്നതും ഒരുമിച്ചായിരുന്നു. ഐ ഫെൽ സോ ഹാപ്പി. പൊള്ളിയാണ് കേട്ടോ, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. എത്ര നേരം തപ്പിയാണെന്നിട്ട് ഇവിടെയാണ് കുറച്ച് കളക്ഷൻസ് കിട്ടിയത്. ദിസ് വൺ ഈസ് റിയലി നൈസ്. ഇത് പൊട്ടറ്റോസ്. ഇത് കഴിയാം. ഇതെന്താന്ന് പാരോടെ ചോദിക്കുന്നത്. മില, വാട്ട് ഈസ് ദിസ്? ബനാന. ദിസ് ഈസ് Chocolate chip. ഐ നീഡ് ബനാന. Yes. 20? 17, yes. ആ മില, ഒരു 20 ജ്യൂസ് വന്നോ? ഇവിടെ ഇതുവരെ മസാല പറ്റി വെച്ചിട്ടില്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇനി ഉണ്ടാക്കാൻ പോണുള്ളൂ. സ്ട്രീറ്റ് ആട്ടാ ബീഫ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്.
ആൻഡ് ഇവിടെ കുറേ കടകളിൽ നോ പോർക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മുസ്ലിം, ഇവിടെയാണോ പൊതുവെ മുസ്ലിംസ് ക്യാൻ നോ പോർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ കടകളെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ മുന്നിൽ ചെറിയത് ചെയ്തിരുന്നു. കഴിച്ചോക്കട്ടെ ബീഫ്. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊതുവെ എല്ലാം ബീഫിന് എനിക്ക് ഇഷ്ടമാവാറുണ്ട്. അതുകൊണ്ടാണെന്നറിയില്ല എനിക്കിത് ഇഷ്ടമായി. നമ്മൾ പോർക്ക് റിബ്സ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പോർക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കടന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് അതൊരു പ്രോപ്പർ വലിയ കട കേട്ടോ, വലിയൊരു പരിപാടി, കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട്. ഇതാണ് ഫസ്റ്റ് ടൈം നമ്മളിതിന് മുന്നിൽ കാണുന്നത്. പെനിസേറിന്റെ മൂക്കി എന്നാണ് പേര്. എനിക്കറിയില്ല എന്താ സാധനം. വലിയ പറയണത് ഭയങ്കര വയറുള്ള എന്തോ സാധനം, എനിക്കറിയില്ല. ഞാൻ സ്ട്രോബെറി ഒരു പാത്രത്തിലാക്കി തരുന്നുണ്ടാവും. ഒക്കെ വീട്ടിൽ കൂടെ കഴിച്ചാൽ മതിയാ. എനിക്കിത് കാണുമ്പോൾ എന്താ ഓർമ്മ എന്താ പറയുക, മറ്റേ പടത്തില് മിക്സഡ് ബെറീസ് കുടിക്കാൻ പോവാണ്. മിക്സഡ് ബെറീസ് 55. അതെന്തോന്ന് അത് പിന്നെ നോക്കാം. വാ, ഇതായിരിക്കും അടിയിൽ ഓയിസ്റ്റർ. ഈ ജ്യൂസ് കൊള്ളാട്ടോ, ചൂടത്തെ കുടിക്കാൻ രസമുള്ള പോലെ ഉണ്ട്. നമ്മുടെ ബസ് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഞാനിവിടെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ, ഞാനിനി തിരിച്ചു പോയാൽ ഞാൻ ഇവിടെ ഇത്ര ഫ്രീ ആയിട്ട് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട്. ഞാൻ അത്യാവശ്യം എനിക്കിഷ്ടമുള്ള ഡ്രസ്സുള്ള ആളാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഉള്ള ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഇറ്റ്സ് സോ ഭയങ്കര എന്ത് നടക്കത്തില്ല ചിന്തിക്കുന്നുണ്ട്. സോ എനിക്കറിയില്ല ഈ ലോങ് വീഡിയോസൊക്കെ ആരും എത്ര പേര് കാണുന്നു. പക്ഷെ കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഞാൻ ലോങ് വീഡിയോസിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സ് വരുന്നു. ബട്ട് ഐ നീഡ് ടു ട്രൈ. എൻ്റെ കാര്യം എനിക്ക് ഇഷ്ടമാവുന്നില്ല. ഞാൻ ഇങ്ങനെ കെട്ടാറില്ല ജീവിതത്തിൽ. ഇന്ന് ഞാൻ വെറുതെ കെട്ടിയതാ, മാറ്റി പിടിക്കണം. നമുക്ക് ഇവിടെ വന്നപ്പോൾ അവർ തന്ന ഫുഡായിട്ട് ബൊഫേ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്തു. സോ ഇപ്പം എത്ര നേരം ഫുഡ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതാ ഒരു പാക്കേജിൽ അവർ തന്നതാണ്. ഞാൻ എന്തൊക്കെയൊക്കെ കൊടുത്തു. കുറേ അത് ചേരുന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം. സോ ഞാൻ മാന്യമായിട്ടിരിക്കും. ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഗോവയിൽ സെയിം സാധനം ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ സ്കൂബ ഡൈവിങ് അത് ഇത് മറ്റേത് എല്ലാം ചെയ്തു. സോ ഇവിടെ എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടണം. ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മളിപ്പോൾ എടുത്തൊരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മളിതിൽ കയറാൻ പോവാണ്. ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് പറഞ്ഞില്ലേ ഗോവയിൽ പോയിട്ടുണ്ട്. അവർ ഇത്രയും എൻ്റെ ഇരുന്ന് ഉപദേശിച്ചിട്ടില്ല. 1.5 മണിക്കൂർ ക്ലാസ് തന്നു. ബിക്കോസ് എല്ലാവരും തെറ്റിക്കണോണ്ടായിരിക്കാം കേട്ടോ, അതൊരു കാര്യം. സോ ഞാൻ പോവാണ്. ഞാൻ അതിൽ കാര്യമായിട്ടുള്ള മേക്കപ്പും ചെയ്തിട്ടുള്ളൂ. ലിപ്സ്റ്റിക്കും പരിപാടികൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ ബീച്ച് ബാക്കിൽ വന്നിട്ട് എനിക്കിരുന്നിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണം. ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് വലിയ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാത്ത. സോ 2 ദിവസമായിട്ടുള്ള തീറ്റുണ്ട്. കുമ്പൊക്കെ വന്നു ഗൈസ്. നമ്മളിപ്പോ ഒരു ബീച്ചിലെത്തി എടുക്കുകയാണ്. എന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ മറന്നു. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. നമ്മള് ഇപ്പൊ ഇവിടത്തെ ഒരു ഐലൻഡിലൊരു ഷോപ്പിലാണ്. സോ നമ്മളങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്. സോ നമ്മൾ ഫുഡ് അടിച്ചു. നമ്മൾ ഫുഡ് അടിച്ചു. കുറച്ച് നേരം ചുറ്റി നടന്നപ്പോൾ സമയം ഏകദേശം 2 മണി ആവാറായി. പിന്നെ ഞാൻ ആദ്യം വ്ളോഗ് ചെയ്തില്ല. ബിക്കോസ് എപ്പോഴും വ്ളോഗ് ചെയ്താൽ നമ്മളെ മൊമെൻറ്റ് എൻജോയ് ചെയ്യാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. സോ എൻ്റെ മാലയല്ല. പിന്നെ ഇപ്പം ഈ മാല മേടിച്ചു ഊരിട്ടാ കാണിച്ചെടുക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. മിക്കവാറും ഞാൻ വെള്ളത്തിലിറങ്ങുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി നമ്മൾ ഗോവയിലൊക്കെ പോയപ്പോൾ വെള്ളത്തിലിറങ്ങുന്ന അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിയിൽ പോണത്, അങ്ങനെ വരുന്നത്, കുറേ പരിപാടികളൊക്കെ ചെയ്യണത്, ഡൈവിങ് ഒക്കെ.
ഇപ്പം ഞാൻ ഇടുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു. ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഞാൻ ഡൈവ് ചെയ്യാൻ പോയി വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുത്ത് ഇവർ എക്സ്ട്രാ പൈസ ചോദിക്കും, നല്ല എമൗണ്ട് ആയിരിക്കും. എന്തിനാണ് വെറുതെ, ബിക്കോസ് ഐ ഓൾറെഡി ഹാവ് ദാറ്റ് ആൻഡ് കുറേയൊക്കെ മെമ്മറീസിനുള്ളൂ. വെള്ളത്തിൻ്റെ അടിയിൽ പോയി രീതിയിൽ ഗോവയാണ് തായ്ലൻഡാന്ന് അറിയുന്നുണ്ട്, അങ്ങനെയല്ല വ്യത്യാസം ഉണ്ടാവും, അതല്ല. പക്ഷെ ഭയങ്കര പൈസ കൊടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ഗോവയിൽ ഞാൻ നല്ല പൈസ കൊടുത്തിട്ട് വെച്ചത്. ഞാൻ ആക്ച്വലി അറിയില്ല. അങ്ങനെ നമ്മൾ നീന്തി തിരിച്ചു വന്നെടുക്കുകയാണ് കടലിൽ. ഞാൻ വേറെ പരിപാടിക്കൊന്നും പോയില്ല, നീന്താൻ മാത്രം. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയാണ്. പേടിയില്ല, ഞാൻ ചെയ്ത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. Hi guys, we are back. ആക്ച്വലി നമ്മൾ അതിനുശേഷം മായാബയിൽ പോയി. മായാബ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് കാണാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഫോൺ ഓഫായി പോയി. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം ഇങ്ങനെ വാച്ച് ചെയ്തു, കണ്ടുകൊണ്ട് ആൻഡ് മെമ്മറീസ് ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. തിരിച്ചു വരുന്ന വഴി ആക്ച്വലി ഫുക്കൻ്റെ ഓൾഡ് ടൗൺ ആയിരുന്നു, അത് കണ്ടു. ഇതേപോലെയൊക്കെ തന്നെ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറുള്ള കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഷോപ്സ് അങ്ങനത്തെ പരിപാടിയിൽ തന്നെ, പാർട്ടിയല്ല, കുറച്ചും ഡിഫറെൻ്റ് ആണ്, അത്രേ ഉള്ളൂ. ഫുക്കറ്റ് ഓൾഡ് ടൗൺ. അന്നേരം നമ്മളിപ്പോൾ തിരിച്ചെത്തി. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങണം. സ്ഥിരം പരിപാടി, കറങ്ങാൻ പോണു, ഫുഡ് അടിക്കണു, കിടന്ന് നടക്കണു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള പരിപാടി 7-Eleven പോണു. അങ്ങനെ ഇനി നാളെ ചിൽവ മാർക്കറ്റിൽ പോകണം നൈറ്റ്. അതല്ലാതെ അങ്ങനെ, കാരണം മറ്റൊന്ന് നമ്മൾ തിരിച്ചു വരികയാണല്ലോ, അതല്ലാതെ അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. നാളെ ചില്ല് ചെയ്യണം. ലൈക്ക് ഇതെനിക്കൊരു വെക്കേഷൻ ആട്ടോ. ഞാൻ അങ്ങനെ ഒരു ട്രാവലിംഗ് മൂഡാണെങ്കിൽ എനിക്കിപ്പോൾ പട്ടായ പോവായിരുന്നു, അതിന് ബാങ്കോക്ക് പോകുമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരായിരുന്നു. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് വേറെ കാണാൻ. നമ്മളങ്ങനെ വിചാരിച്ചില്ല. ഇതെനിക്ക് ആക്ച്വലി എന്താണ് തായ്ലൻഡ് എന്ന് അറിയണം. അതായത് നമ്മളിനി വീണ്ടും തിരിച്ചു വരും. അങ്ങനെയായിട്ടൊരു പ്ലാൻ, അങ്ങനെയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നു. ബിക്കോസ് നമുക്കിങ്ങനെ ഓടി കിടന്ന് കാണണ്ട, നമ്മളിങ്ങനെ പറ്റുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരാമെന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ 5 ദിവസം പ്ലാൻ ചെയ്ത് വരാം. ഒരു ദിവസം ഫിഫി ഐലൻഡിൻ്റെ ഈ ഒരു ട്രിപ്പിൽ പോകണമെന്നുണ്ടായിരുന്നു, അത് പോയി. ഒരു ഐലൻഡ് ടൂർ പോകണമെന്നുണ്ടായിരുന്നു, അത് പോയി. കുഞ്ഞു കുഞ്ഞു മാർക്കറ്റ്സ്, കാര്യങ്ങൾ, ഇവിടുത്തെ ഒരു മാള് പരിപാടികൾ, ഇവിടുത്തെ ഫുൾ ലൈഫ്, ഫുഡ്, സ്ട്രീറ്റ്, ബാംഗ്ലാർ റോഡ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. സിമ്പിൾ, ഹാപ്പി, അത്രയേ ഉള്ളൂ. സോ യാ, അപ്പോൾ ഞാനിനി പുറത്തിറങ്ങട്ടെ. ഇപ്പോൾ കുളിക്കാൻ പോയെടുക്കുകയാണ്. സോ ബൈ, ഇനി നാളെ കാണാം. എനിക്ക് വയ്യ വ്ളോഗ് ചെയ്യാൻ, ഫോണിലാണെങ്കിൽ സ്പേസും ഇല്ല. പിറ്റേ ദിവസം മോർണിംഗിലായി. ഞാൻ വെക്കേഷനാണെന്ന് തെളിവാണ്. ബെഡിലിരുന്ന് ലേസ് കഴിക്കുന്നു. ആൻഡ് ഈ ലേസിൻ്റെ ഫ്ലേവർ ഞാൻ നാട്ടിൽ മേടിച്ചോണ്ടോന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് സെർച്ച് ചെയ്തത്. നമ്മുടെ പച്ചയല്ല കേട്ടോ, എന്തോ ഒരു സീവീഡ് ഫ്ലേവറാണ്, നോറി സീവീഡ്. ലേസ് ഉണ്ടല്ലോ, പോണ്ട. നോറി സീവീഡ്, ഇറ്റ്സ് സോ ഗുഡ്. അയ്യോ, പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, കുറച്ചും കൂടി കണ്ട നമ്മൾ ഇതന്നെ കാണുമ്പോഴല്ലോ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര ഇഷ്ടമായി. എന്തോരം വെച്ചൊന്നും അറിയാം. നാട്ടിൽ പോകുമ്പോൾ 2-3 പാക്കറ്റ് മേടിച്ചിട്ട് പോകണം. ഇസ് ദ പ്ലാൻ. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ പച്ചയാണ്, ചെറിയ വ്യത്യാസമുള്ള അടിച്ചു നോക്കിയപ്പോൾ അല്ല. ടേസ്റ്റോ അടിപൊളിയോ, ഭയങ്കര ഇഷ്ടമായി. സോ ഗുഡ്. സോ നമ്മൾ പുറത്ത് പോവാണ്. നമ്മൾ ബിൽ പേ ചെയ്യാണ്. ഇവിടെ ഇതൊക്കെയാണല്ലോ കേട്ടോ. എന്തായാലും നാളെ നമുക്ക്, അയ്യോ നോക്ക്, ഹലോ, മഴക്കാരുണ്ട് ഗൈസ്, മഴ. അഗൈൻ ബനാന ന്യൂട്ടെല്ല സാധനം. മാൻ, ദിസ് ഇസ് സോ ഗുഡ്. ബനാന ന്യൂട്ടെല്ല, റൊട്ടി, ക്രാബ്, എന്ത് വേണേ പറയാം, അടിപൊളിയാണ്. ഇന്നും ബീച്ച്. ഹലോ, സോ നമ്മളിപ്പോൾ വന്ന് കുളിച്ചു. കുറേ നേരം ഇന്നലത്തെ അതേ ഔട്ട്ഫിറ്റാണ് ഇട്ടത്. ഹലോ ഗായ്സ്, സോ നമ്മളിന്ന് പോകാൻ നിൽക്കണം. എൻ്റെ മക്കൾ കണ്ടു എടുക്കണം. പോകാൻ വലിയ ഒരുക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു പാൻറ്റും ഒരു ടീഷർട്ടും. പോണ വഴിക്ക് ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പോണ വഴിക്ക് ഫുഡ് കഴിക്കണം. ഞങ്ങളുടെ ആണെങ്കിൽ ബാത്ത് കഴിഞ്ഞു, അപ്പം ഇനി മാറ്റണം. ഇന്ത്യൻ റുപ്പി എനിക്ക് വയ്യ, മടിയാ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് പക്ഷെ കറക്റ്റ് നമ്മുടെ ബഡ്ജറ്റിലാട്ടോ ഉണ്ട് നമ്മുടെ പൈസ. എന്നാലും യാ, കറക്റ്റ് എന്താ ഭയങ്കര ബഡ്ജറ്റ് ട്രിപ്പ് ആയിരുന്നില്ല ഇത്, അത്യാവശ്യം പൈസ പിടിച്ച ട്രിപ്പാണ്. ബിക്കോസ് നമ്മളിനി ഫസ്റ്റ് ടൈം ആണല്ലോ. സോ യാ,
ഞാൻ ഇനി എന്തായാലും തിരിച്ചു പോകട്ടെ. പോണവർക്ക് മുമ്പ് എന്നെ വീണ്ടും എൻ്റെ ഒരു ന്യൂട്രല്ല സംഭവം കഴിക്കണമെന്നുണ്ട്. അത് കഴിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നണേ. സോ അത് കഴിക്കട്ടെ. സോ ഞാൻ ബൈ ഗൈസ്, ബൈ. സോ ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തണം, തിരിച്ചു പോകണം, സിമ്പിൾ പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ ട്രാവൽ വ്ളോഗ്സ് ഒന്നും വലിയ ഇഷ്ടമല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്യൂട്ടി ഫാഷൻ പരിപാടിയിൽ മാത്രം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് യാത്ര ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയ്ക്കാണെങ്കിൽ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ട്രിപ്പ്. അങ്ങനെ എനിക്ക് 27 വയസ്സായി ഗൈസ്. ഐ എം 27. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ട് കണ്ടു തുടങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം എന്നിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ബൈ.